എല്ലാവർക്കും ഡോളേഴ്സ് മീഡിയ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിലെ പ്രധാന വാർത്തകൾ. 27-ാം പാലയൂർ മഹാതീർത്ഥാടനം. മാർച്ച് 17-ാം തീയതി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്നും 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള മാർ തോമസ് ലീഹ സ്ഥാപിച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റിലമായ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശ്വാസത്തിന്റെ മഹാതീർത്ഥാടനം. രാവിലെ 4 മണിക്കുള്ള വിശുദ്ധ ബലിയോട് കൂടിയാണ് ലൂർദ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നിന്നും പദയാത്ര ആരംഭിച്ചത്. മാർച്ച് 19-ന് മലയാറ്റൂർ തീർത്ഥാടനം. ബെസിലിക്ക യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ മാർച്ച് 19-ാം തീയതി മലയാറ്റൂരിലേക്ക് തീർത്ഥയാത്ര നടത്തി. നോമ്പ് കാലത്തിൽ ഇടവക ജനത്തിന് തീർത്ഥാടന സൗകര്യം ഒരുക്കുകയായിരുന്നു ഇതിലൂടെ CLC അംഗങ്ങൾ. ഓശാനപ്പാടി ബെസിലിക്ക. മാർച്ച് 24 രാവിലെ 6:30-ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. ഓശാന പാടിക്കൊണ്ടുള്ള പ്രദക്ഷിണത്തിന്റെ സമാപനത്തിൽ ബെസിലിക്ക ചിൽഡ്രൻസ് മിനിസ്ട്രി, യൂത്ത് CLC എന്നിവർ ഒന്നിച്ച് നൃത്ത ചുവടുകളാൽ ദാവീദിൻ സുതന് ഓശാന പാടി. പെസഹാകാല വാർഷിക ധ്യാനം. ഈ വർഷത്തെ പെസഹാകാല വാർഷിക ധ്യാനത്തിന് റെവറൻ ഫാദർ പോൾ കള്ളിക്കാടൻ നേതൃത്വം വഹിച്ചു. മാർച്ച് 24, 25, 26 ദിവസങ്ങളിൽ വൈകിട്ട് 5:30-ന്റെ ദിവ്യബലിയോടെ ആരംഭിച്ച് 9:30 വരെയായിരുന്നു വചന പ്രഘോഷണം. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് ധ്യാനം അവസാനിച്ചത്. മനസ്താപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പെസഹാകാല കുമ്പസാരം. മാർച്ച് 22, 23, 26, 27 ദിവസങ്ങളിലാണ് ഈ വർഷത്തെ പെസഹാകാല കുമ്പസാരം നടത്തിയത്. ബെസിലിക്ക പ്ലാറ്റിനം ജൂബിലി ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7:30 വരെയായിരുന്നു കുമ്പസാരം. മാർച്ച് 25-ാം തീയതി വൈകിട്ട് 4:30 മുതൽ 7:30 വരെയും മാർച്ച് 25-ന് ഹിന്ദി ഭാഷയിലും കുമ്പസാരം ഒരുക്കിയിരുന്നു. പെസഹ ആചരിച്ച് ബെസിലിക്ക. മാർച്ച് 28 രാവിലെ 6:30-ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ പെസഹ തിരുക്കർമ്മങ്ങൾ അർപ്പിച്ചു. കാൽ കഴുകൽ ശുശ്രൂഷയ്ക്കായി അൾത്താല ബാലന്മാരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. വിശുദ്ധ ബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തുടർന്ന് 9:30 മുതൽ 7 മണി വരെ വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആരാധന നടത്തുകയും ഉണ്ടായി. 7 മണിക്ക് പൊതു ആരാധനയും തുടർന്ന് യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ 2 ക്രൗൺസ് എന്ന ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. പാപപരിഹാരത്തിന്റെ ദുഃഖവെള്ളി. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പാലേ. ദുഃഖശനി തിരുക്കർമ്മങ്ങൾ. മാർച്ച് 30 രാവിലെ 6:30-ന് ബെസിലിക്ക റെക്ടർ റെവറൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തിന്റെ കാർമ്മികത്വത്തിൽ ദുഃഖശനി തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. തിരിതെളിയിച്ചും വിശ്വാസമേറ്റു പറഞ്ഞും വെള്ളം വെഞ്ചരിച്ചും വിശദീകരണത്തിന്റെ ദുഃഖശനി ബെസിലിക്ക കുടുംബത്തിൽ ആചരിച്ചു. പുനരുദ്ധാന പ്രഭയിൽ ബെസിലിക്ക. മാർച്ച് 30 വൈകിട്ട് 11:30-ന് അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ഉയർപ്പിനെ ആസ്പദമാക്കി ഇടവക അംഗങ്ങൾ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം അരങ്ങേറി. ഈസ്റ്റർ സന്തോഷം പങ്കുവയ്ക്കാനായി ഈസ്റ്റർ എഗ്, ഈസ്റ്റർ കേക്ക് എന്നിവ വിതരണം ചെയ്തു. വിശുദ്ധ ഔസേ പിതാവിന്റെ ജന്മദിനമായ മാർച്ച് 19 സെന്റ് ജോസഫ്സ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നു. ഈ ദിനത്തിൽ ഔസേബ് നാമധാരികൾ ഒരുമിച്ച് ദീപം തെളിയിച്ചും മധുരം പങ്കുവെച്ചും നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു. ഈ മാസത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ദിസ് ഈസ് മീ ജേക്കബ് നോബി സാൻഡി സൈനിങ് ഓഫ്.